രക്ഷപ്പെടുത്തി കയറ്റിയത്. പക്ഷെ മരിച്ചുപോയി. പ്രദേശവാസിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ നിലവിളി കേട്ടോണ്ടാ കൂടി വരും. അപ്പോൾ അരമണിക്കൂർ അങ്ങോട്ടായി ചാടി. ഇപ്പോൾ 12 മണിക്ക് അങ്ങോട്ട് ചാടിയത്. അപ്പം ഞങ്ങൾ യുവതിയും യുവാവും തമ്മിലുള്ള പ്രശ്നമാണോ? അവരെന്തോ കുടുംബ വിഷയമുണ്ട്. ഇവിടെ ഈ വലിയ വഴക്കൊക്കെ കേട്ടോ നിങ്ങൾ രാത്രി? അങ്ങനൊന്നും കേൾക്കാനില്ലായിരുന്നു. ഞങ്ങൾ ഉറങ്ങിപ്പോയത്. എങ്ങനെ അറിയും? നിങ്ങൾ അറിയുന്നത് എങ്ങനെ? നിലവിളി കേട്ടോ. അങ്ങനെ ഫയർഫോഴ്സിനെ അവർ വിളിച്ചായിരുന്നു. ഒരു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ശിവകൃഷ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെ, അയാൾ വിളിച്ച്. അയാളാണ് ഫയർഫോഴ്സ് വരുന്നത്. അങ്ങനെ ഞങ്ങളും അറിയുന്നു. അങ്ങനെ പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് ഇറങ്ങി. ഒരാൾ ഈ റോപ്പെല്ലാം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിട്ട് ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കരയ്ക്ക് നിന്ന് മറ്റൊരു സുഹൃത്ത് ഇവരുടെ അയാളത്തിന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മാറിക്കപ്പോൾ കേട്ടില്ല. കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവ സമയത്ത്? അപ്പം ഞങ്ങൾ അയലത്തവരൊക്കെ ഓടിക്കൂടിയായിരുന്നു. കാരണം പിടിച്ചു കയറ്റണമെങ്കിൽ ആൾ വേണ്ടി. നല്ല ഇരുട്ടായിരുന്നു. നല്ല ഇവിടെ കറണ്ടില്ലായിരുന്നു. അതൊരു പ്രധാനം. കറണ്ടില്ലാത്ത പറഞ്ഞു. കിണറ് നല്ല ആഴമുണ്ട്. കിണറിന് ഒരു 80 അടി താഴ്ച. വളരെ പ്രയാസമായിരുന്നു. പിന്നെ വലിയ പാടായിരുന്നു ഇവർ. കാരണം അവരൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല, നമ്മളോട് സഹായിച്ചു കൊടുക്കുമല്ലേ. പിടിച്ചു കയറ്റി അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇതിലിറങ്ങി കിണറിൻ്റെ റൗണ്ടല്ലേ, റൗണ്ടും ആ തൂണും എല്ലാം കൂടെ ഇടിഞ്ഞ് വീഴുന്നു. ഈ ശിവകൃഷ്ണൻ വലിയ പരിചയമില്ലല്ലേ? ഇല്ലില്ല, അയാൾ ഇവിടുത്തെ തന്നെയല്ല, ഞങ്ങളോട്ടൊന്നും പറയും. അയാളിവിടെ ഉണ്ട്. കുറച്ച് നാളായിട്ട് അയാളിവിടെ ഉണ്ട്. അയാൾ പോയി നമ്മളൊരു മാസത്തോളം കാണുന്നുണ്ട്. അയാളുണ്ട്. 2 മാസത്തോളം. വലിയൊരു നടുക്കമാണ്. എൻ്റെ പേര് ബാബു.